റീഡിഫൈനിങ് ലൈഫ് ഇൻ മോഡേൺ കേരള. ഇതെന്താ ഈ സംഭവമില്ലേ? ശരിക്കും കേരളത്തിലെ ലൈഫൊക്കെ ഒന്ന് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാല് പോസിബിൾ ആണോ? സത്യം പറഞ്ഞാൽ മാറ്റേണ്ട സമയം കഴിയുമായി. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം എന്താണെന്ന് അറിയോ? എനിക്ക് പലപ്പോഴും പേരൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നാറുണ്ട്. ജീവിതത്തിന്റെ ഇപ്പം ഭാര്യ ഇന്ന് നമ്മുടെയൊക്കെ ഒരു പേരൻസിന്റെ ജനറേഷൻ തൊട്ട് എന്തായാലും ഭാര്യയും ഭർത്താവും ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് എന്താ ഞങ്ങളുടെ 80കളിലെ വസന്തങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ലേഡീസിന് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. ശരിക്കും ഒരു വർക്കിംഗ് കൾച്ചറിലേക്ക് വന്നില്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ഔട്ട് ഓഫ്. കാരണം ഒരുപാട് പേര് ഒരുപാട് എക്സ്പോഷർ കിട്ടി. സോ അപ്പം ഞാൻ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഒരിക്കലും പണ്ടത്തെ പോലെ വീട്ട് അമ്മയായിട്ട് മാത്രം ഇരിക്കണമെന്ന് ഒരിക്കലും ഐ വോണ്ട് സേ. അപ്പൊ ഇത് ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് ആർ ലോട്ട് ഫോർ ഇവൻ ദ ലേഡീസ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫാമിലി സൈഡില് പേരൻസിന്റെ റോൾ ആലോചിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. കാരണം ഇതൊരു സത്യം പറഞ്ഞാൽ വണ്ടിക്കാളകളുടെ അല്ലെങ്കിൽ വർക്ക് ഹോഴ്സസ് എന്നൊക്കെ വിളിക്കണേ വരെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്ത് വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് ഹൈലി ഡെഡിക്കേറ്റഡ് പ്രൊഫഷണൽസ് ആയിട്ട് മാറി. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്കും അച്ഛനും കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം എത്ര 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾക്ക് MBBS ജോയിൻ ചെയ്യാൻ വസ്തു വിറ്റ് കോഷൻ മണി അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് മണി ഓൾറെഡി ബാങ്കിൽ ഇട്ടിരിക്കുന്നവരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള തോട്ട്സിൽ, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള തോട്ട്സിൽ സോ വി ഹാവ് ടു ബിഹേവ് വിത്ത് സോ അല്ലെങ്കിൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞ് എടുത്തിട്ട് വാട്ട് വി ആക്ച്വലി വോണ്ട്, വാട്ട് ഈസ് അവർ പാഷൻ, ഞങ്ങൾക്ക് എന്താ ഇഷ്ടം, ഇങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള എത്ര പേരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ സേ ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ കേരള എവരിവെയർ ബട്ട് മോസ്റ്റ്ലി ഈ ഒരു കൺസിഡറേഷൻ. കാരണം എന്താ പറയുക, അടുത്ത ജനറേഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചു തീർക്കുന്നത്. നമുക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്ന ഒരു ജനതയായിട്ട് കേരളം മാറണം എന്നുള്ളത് ദാറ്റ്സ് മൈ സജഷൻ. സോ ദാറ്റ്സ് വാട്ട് മീൻ ബൈ റീഡിഫൈനിങ് ലൈഫ് ഇൻ മോഡേൺ കേരള. അപ്പൊ അതിന് ഒരു പ്രൊയാക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഇച്ചിരി നേരത്തെ കാലത്തെ കൂട്ടി ചിന്തിക്കുന്നതാണ് നല്ലത്. ഒരു റിട്ടയർമെന്റ് സ്റ്റേജിലൊക്കെ ഹൗ യു ആർ ഗോയിങ് ടു ബിൽഡ് യുവർ ഓൺ സ്പേസ്. കാരണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള, നിങ്ങൾക്ക് ഹാച്ചസോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൊളുത്തുകളോ ഒന്നും ഇല്ലാത്ത ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്കിപ്പോൾ ഒരു ലെറ്റർ റൊമാൻസ് പോലൊക്കെ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് പോസിബിൾ. ഫോർ ദാറ്റ് ഒരു കാര്യം ഞാൻ പറയും, യു ഷുഡ് ബി സേഫ് ആൻഡ് സെക്യൂർഡ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ കൺവീനിയന്റ് ആയിട്ടും ആക്സസബിളും ആയിട്ടുള്ള സ്പോട്ട് ആയിരിക്കണം. ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നിങ്ങൾ വല്ല തീരെയും പറ്റാത്ത സ്ഥലത്തൊന്നുമല്ല. ബട്ട് യു ഷുഡ് ചൂസ് കമ്മ്യൂണിറ്റീസ് വിച്ച് വിൽ ഗെറ്റ് പീപ്പിൾ ടു മിംഗിൾ ഇൻ യുവർ ഓൺ വേവ് ലെങ്ത്. നിങ്ങളുടെ ആ ഒരു കൾച്ചറുമായിട്ട്, നിങ്ങളുടെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്യുന്ന പോലുള്ള കമ്മ്യൂണിറ്റി ചൂസ് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രൈവസി സ്പേസ് കീപ്പ് ചെയ്തതിന് ശേഷം യു ബിൽഡ് യുവർ ഓൺ ഡെസ്റ്റിനി, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡപ്പ് ചെയ്ത് എടുക്കേണ്ടത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നവഡേയ്സ്. ഓർ എൽസ് ദ സെയിം ട്രഡീഷൻ ഈസ് ഗോയിങ് ടു ഫോളോ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്ന അതേ കൺസെപ്റ്റ് നിങ്ങളും ഫോളോ ചെയ്യും. അപ്പൊ ഇതിന് നമ്മൾ എക്സാമ്പിൾ പറയാറുള്ളത്, പലപ്പോഴും ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കഥ തന്നെയാണ്. കാരണം ആ കഥ ശരിക്കും ഒരു കള്ളൻ സെയിൽ ക്ലോസ് ചെയ്ത കഥയാണ്. പക്ഷെ ഈ കള്ളൻ സെയിൽ ക്ലോസ് ചെയ്ത കഥയില് മകള് ആണ് അവിടെ ഒരു ഡിസിഷൻ മേക്കറായിട്ട് വന്നത്. കാരണം അച്ഛനെ അമ്മയെ നിർബന്ധിച്ചിട്ടാണെങ്കിലും ഷീ മെയ്ഡ് ദം സ്റ്റേ ഇൻ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്മ്യൂണിറ്റീസ് ഇൻ മിഡ് കേരള. അപ്പൊ ഇവരെ വളരെ നിർബന്ധിച്ചിട്ടാണ് ഈ മകളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. നൗ സീരിയസ്ലി ഇപ്പം ഞാൻ ലൈക്ക് പർച്ചേസ് ചെയ്ത മാഡവുമായിട്ട് ഫ്രം ദുബായ് വി യൂസ് ടു ടോക്ക്. കാരണം ഐ കീപ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് മൈ ക്ലയൻസ്. അപ്പം ഇപ്പം മാഡം എന്തൊക്കെ പറയുന്ന പ്രധാന പരാതി, ജയശങ്കർ അച്ഛനെ അമ്മ ഇപ്പൊ കിട്ടാറില്ലെന്നാ. ബിക്കോസ് ദേ എൻജോയ് എ ലോട്ട് ഓഫ് ട്രാവൽ. അപ്പം അവിടെ ഉള്ള കമ്മ്യൂണിറ്റീസിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അവരൊരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്, അവരൊരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അവരുടെ പരിധിക്കകത്ത് നിൽക്കുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ആൻഡ് സി, ഞാൻ ഒരിക്കലും കാണാത്ത എൻ്റെ അമ്മ ഇപ്പൊ കാണുന്നുണ്ട് ജയശങ്കർ. ഷീ ഈസ് വെരി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ്. ഇപ്പൊ നമ്മുടെ എന്താ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ കണ്ട കൽപ്പനയുടെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം വരെ ഷീ ജസ്റ്റ് ടോൾഡ് മീ. അപ്പം സീരിയസ്ലി ഐ എം വെരി ഹാപ്പി. കാരണം ഞാൻ ഒരുപാട് കാരണം ഒരാളുടെ, ബിക്കോസ് ഐ സേ ലക്കിലി ആ മകൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് ദേ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഹാവ് ദെയർ ഓൺ സ്പേസ്.
ബട്ട് ഇറ്റ് ഷുഡ് ബി വർക്കിംഗ് എവ്രിവെയർ ഇൻ കേരള. കാരണം ഒരു പേരൻസ് ഒരിക്കലും ഷുഡൻ ബി കൺസ്ട്രെയിൻഡ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ്. അവര് തങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം വളരെ മുമ്പേ പ്ലാൻ ചെയ്ത്, ഇപ്പം കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ നോക്കി, കുട്ടികളെ നോക്കി, നീ കുട്ടികളുടെ വഴക്കൂടെ കേൾക്കേണ്ട ഒരു അവസ്ഥ വേണോ വേണ്ട എന്നുള്ളത് ഡിസിഷൻ.